പരിശുദ്ധ 8 നോമ്പിൻ്റെ 5-ാം ദിനം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഒരു തിടുക്കം പരിശുദ്ധ അമ്മയിൽ കാണുകയാണ്. എന്തിനാണ് ഈ തിടുക്കം? തിടുക്കം എലിസബത്തിനെ കാണാനാണ്, അവളെ പരിചരിക്കാനാണ്. ഒരു സങ്കടാവസ്ഥ, എൻ്റെ സാന്നിധ്യം ആവശ്യമുള്ള ഒരവസ്ഥ ഇപ്പോൾ എലിസബത്തിനുണ്ട് എന്ന് മറിയം തിരിച്ചറിയുന്നു. മറിയത്തിൻ്റെ ഒരു മനസ്സ് ഇവിടെ വെളിപ്പെടുത്തുന്ന അനുഭവം എന്താ? സ്നേഹമുള്ളവരെ, എൻ്റെ സഹായം മറ്റുള്ളവൻ ആവശ്യമുണ്ട് എന്ന് കാണുന്ന മാത്രയിൽ എനിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല, എനിക്ക് ശാന്തമായി ഇവിടെ നിലകൊള്ളാൻ പറ്റുന്നില്ല. അറ്റ് എനി കോസ്റ്റ്, എത്രയും പെട്ടെന്ന് തിടുക്കത്തിൽ ആ സഹായിക്കേണ്ട സ്ഥലത്ത് എത്തുക. പരിശുദ്ധ 8 നോമ്പിൻ്റെ 5-ാം ദിനത്തിലേക്ക് വരുമ്പോൾ ഒരു ഉപവിപ്രവർത്തനത്തിൻ്റെ മണം ഇവിടെ ഉണ്ട്. സ്നേഹമുള്ളവരെ, ഒന്ന് കരം നീട്ടേണ്ടിടത്ത് കരം നീട്ടാതെ ഈ നോമ്പ് അനുഷ്ഠിച്ചിട്ട് എന്തർത്ഥം? പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ ദൂത് കിട്ടിയവളാണ്. അവൾക്ക് ആ സ്വർഗീയ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവിടെ നിലകൊള്ളാമായിരുന്നു. പക്ഷേ സ്വർഗത്തിൻ്റെ ഹിതം മനസ്സിലാക്കുകയും അവിടെ അടയിരിക്കുകയും ചെയ്യുന്നവളുടെ പേരല്ല പരിശുദ്ധ കന്യമറിയം. പിന്നെയോ ഹിതം മനസ്സിലാക്കി അതേ ആ ഹിതം മറ്റുള്ളവരിലേക്ക് ഒരു സഹായമായി എത്തിക്കാൻ കൈകൾ നീട്ടിയവളുടെ പേര് കൂടിയാണ് പരിശുദ്ധ കന്യമറിയം. സ്നേഹമുള്ളവരെ, ചുറ്റും നിൽക്കുന്നവരെ ഗൗരവത്തോടെ എടുക്കണം. കുടുംബത്തെയാവാം, കുഞ്ഞുങ്ങളെയാവാം, സഹായമുള്ളവരെയാവാം. ഈ പ്രഭാതത്തിൽ നിൻ്റെ മുമ്പിൽ കൈനീട്ടുന്നത് ആരാണെന്ന് അറിയില്ല. അത് അനേകം എലിസബത്തുമാർ നിൻ്റെ മുമ്പിൽ സഹായത്തിന് തേടി നിൽപ്പുണ്ട്. നിൻ്റെ തിടുക്കത്തിലുള്ള ഇടപെടൽ വേണ്ട ജീവിതങ്ങൾ ചുറ്റുമുണ്ടെന്നൊരു തോന്നൽ നമ്മളെ ഒന്ന് ചലിപ്പിക്കണ്ടേ? ഒരു തിടുക്ക യാത്രയ്ക്ക് നമ്മളെ ഒന്ന് സജ്ജമാക്കണ്ടേ? ആമേൻ. മരിയേ അമലേ കർമ്മലനാഥേ